കെ.പി.സി.സി നിർദ്ദേശം മറികടന്ന് ടി.എൻ. പ്രതാപന് വോട്ട് തേടി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്തുകൾ തന്റെ അറിവോടെയല്ലെന്നും പ്രവർത്തകർ ത്രില്ലുകൊണ്ട് എഴുതിയതാകാമെന്നും പ്രതാപൻ പ്രതികരിച്ചു. ചുവരെഴുത്തുകൾ മായ്ക്കാൻ നിർദ്ദേശം നൽകി. ജനുവരി 3-ന് പ്രധാനമന്ത്രി തൃശൂരിലെത്തിയതിന് പിന്നാലെയായിരുന്നു ടി.എൻ. പ്രതാപനായി ചുവരെഴുത്ത് ആദ്യം കണ്ടത്. പ്രതാപൻ ഇടപെട്ട് ചുവരെഴുത്ത് മായ്ച്ചു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുതിയത്. ചുവരെഴുത്ത് തന്റെ അറിവോടെയല്ലെന്നും എഴുതിയത് മായ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നെന്നും പ്രതാപൻ വ്യക്തമാക്കി. എന്നാൽ എഴുതിയ പ്രവർത്തകർക്കെതിരെ നടപടിയുണ്ടാവില്ലെന്ന് പ്രതാപൻ പറഞ്ഞു. പ്രവർത്തകന്മാർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരവും ആവേശവുമുണ്ട്. ഭയങ്കര ത്രില്ലിലാണ് പ്രവർത്തകർ, ആവേശത്തിലാണ്. പാർട്ടി പ്രവർത്തകരുടെ പേരിൽ ഒരു കാരണവശാലും നടപടിയെടുക്കാൻ പറയും. മാധ്യമങ്ങളിലൂടെയാണ് ചുവരെഴുത്ത് കണ്ടതെന്ന് പറയുമ്പോഴും ചുവരെഴുത്തിന് നേതാക്കളുടെ മൗനാനുവാദമുണ്ടെന്നാണ് സൂചന. പ്രധാനമന്ത്രിയെ തൃശൂരിലേക്ക് വീണ്ടും പ്രതാപൻ സ്വാഗതം ചെയ്തു. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും വിജയമുറപ്പെന്നും പ്രതാപൻ വ്യക്തമാക്കുന്നു. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം പതുക്കെ ചൂടുപിടിക്കുകയാണ്. റിപ്പോർട്ടർ ജെയ്സൺ, തൃശൂർ.